സത്യത്തിൽ മൈസൂർ പാക്കിന്റെ പേരിലെ പാക്കിന് പാകിസ്ഥാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മൈസൂർ പാക്കിന്റെ ചരിത്രം എന്താണ്? മൈസൂർ പാക്ക് എന്ന പലഹാരം ആദ്യം ഉണ്ടാക്കിയത് ആരാണ്? നാളെ ഒരു കാലത്ത് ഈ ആക്രമണ ഭയം കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് കാരണം കറാച്ചി ബേക്കറി അതിന്റെ പൈതൃകം ഉപേക്ഷിക്കുമോ എന്നൊന്നും ഇപ്പോൾ അറിയത്തില്ല. ഹലോ നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അൻഷാദ് മില്യാസ്. മൈസൂർ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മധുര പലഹാരമാണ്. പലർക്കും പേര് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന ഒരു മധുര പലഹാരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ജയ്പൂരിലെ ചില വ്യാപാരികൾ ഈ മൈസൂർ പാക്കിന്റെ പേര് മൈസൂർ ശ്രീ എന്നാക്കിയിരിക്കുകയാണ്. അങ്ങനെ മൈസൂർ പാക്കിനും പണി കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു അർത്ഥത്തിൽ പറയാം. ഈ പേര് മാറ്റത്തിന് കാരണം എന്താണ്? മൈസൂർ പാക്കിന്റെ പേരിൽ പാകിസ്ഥാൻ ഉണ്ടത്രേ. സത്യത്തിൽ മൈസൂർ പാക്കിന്റെ പേരിലെ പാക്കിന് പാകിസ്ഥാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മൈസൂർ പാക്കിന്റെ ചരിത്രം എന്താണ്? എന്തായാലും മൈസൂർ പാക്കിനെ പോലെ തന്നെ മോത്തി പാക്ക്, ഗോൺ പാക്ക് എന്നീ പലഹാരങ്ങളുടെ എല്ലാം പേരിൽ ശ്രീ എന്ന് ചേർത്തിട്ടുണ്ട്. അതായത് മോത്തി ശ്രീ, ഗോൺ ശ്രീ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. പലഹാരങ്ങളുടെ പേര് മാറ്റത്തിലൂടെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാനാണ് ജയ്പൂരിലെ ഈ വ്യാപാരികൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചില ഭക്ഷണങ്ങളുടെ പേര്, ചില കടകളുടെ പേര്, ഇതെല്ലാം ഇന്ന് വിവാദമാണ്. ഇതിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ കുറിക്കാം. മുഴുവൻ കണ്ട ശേഷം കമന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആരോഗ്യപരമായ ചർച്ചകൾ നടത്താം, വിയോജിപ്പുകൾ പങ്കുവയ്ക്കാം. തിരികെ നമുക്ക് മൈസൂർ പാക്കിന്റെ പേര് മാറ്റത്തിലേക്ക് തന്നെ വന്നാൽ, ഏറ്റവും രസകരമായ കാര്യം മൈസൂർ പാക്കിന്റെ പേരിലുള്ള പാക്കിന്, അതായത് മൈസൂർ പാക്കിന്റെ പേരിലുള്ള പാക്കിന് പാകിസ്ഥാനുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. കന്നഡയിലെ പാക്ക് എന്ന് വെച്ചാൽ, കന്നഡ വാക്കിൽ നിന്നാണ് ഈ മൈസൂർ പാക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കന്നഡയിൽ പാക്ക് എന്ന് വെച്ചാൽ മധുരം എന്നാണ്, അല്ലെങ്കിൽ സിറപ്പ് എന്നൊക്കെയാണ് അർത്ഥം. ആ രീതിയിലാണ് മൈസൂർ പാക്കിന്റെ പേരിൽ പാക്ക് വന്നത്. അതായത് മൈസൂർ മധുരം എന്ന് മാത്രമാണ് അർത്ഥം. എന്തായാലും ജയ്പൂർ വ്യാപാരികളുടെ ഈ പുതിയ തീരുമാനത്തെക്കുറിച്ച് നിരവധി ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്: വെറ്റിലെ മുറുക്കുന്നതിന് പാക്ക് ചോദിക്കുന്നതിന് പകരം ഇനി മുതൽ ശ്രീ ചോദിച്ചാൽ മതി. സാമൂഹ്യ നിരീക്ഷകനായ TS ശ്യാംകുമാറാണ് ഈ ഒരു അഭിപ്രായം ഫേസ്ബുക്കിൽ പരിഹാസ രൂപേണ കുറിച്ചിരിക്കുന്നത്. ചില രാഷ്ട്രീയ നിരീക്ഷകരും മൈസൂർ പാക്കിന്റെ പേര് മാറ്റത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പാക്ക് എന്ന് പറഞ്ഞാൽ പണി കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ചിലർ വിമർശിക്കുന്നത്. മൈസൂർ പാക്കിലെ പാക്ക് എന്ന പദം മാറ്റാൻ നോക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൈസൂർ പാക്ക് എന്ന പലഹാരം ആദ്യം ഉണ്ടാക്കിയത് ആരാണ് അറിയാമോ? പാകിസ്ഥാനിൽ ഒന്നുമല്ല. ഇങ്ങുള്ള മൈസൂർ രാജവംശവുമായാണ് സത്യത്തിൽ മൈസൂർ പാക്കിന് ബന്ധം. മൈസൂർ പാക്ക് ആദ്യമായി ഉണ്ടാക്കിയത് 19-ാം നൂറ്റാണ്ടിൽ മൈസൂർ കൊട്ടാരത്തിലാണ്. അന്ന് രാജാവായിരുന്ന കൃഷ്ണരാജ വാഡിയാർ നാലാമന്റെ അടുക്കളയിൽ ഉണ്ടായതാണ് ഈ ലോക പ്രശസ്തമായിട്ടുള്ള മധുരപലഹാരം. രാജാവിന്റെ പാചകക്കാരനായിരുന്ന മടപ്പ എന്നയാൾ ഒരു ദിവസം ഒരു പുതിയ പലഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. രാജാവിന് ഇഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ട് ഒരു പുതിയ പലഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പ്രത്യേക കൂട്ടുപയോഗിച്ചുള്ള മിശ്രിതം തയ്യാറാക്കി അത് തിളപ്പിച്ച് പരുവപ്പെടുത്തി ഒരു മിഠായി ആക്കി മാറ്റുകയായിരുന്നു ഈ പാചകക്കാരൻ. രാജാവിന് ഈ മിഠായി വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വീണ്ടും ഉണ്ടാക്കണം എന്ന് പറയുകയും ചെയ്തു. അത് വീണ്ടും ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ അദ്ദേഹം അതിന് മൈസൂർ പാക്ക് എന്ന് വിളിച്ചു. മൈസൂർ പാക്കിന്റെ യഥാർത്ഥ പാചക രീതി പിന്നീട് പല രീതികളിൽ മാറി. പക്ഷേ രുചിയും പേരും അതുപോലെ തന്നെ ഇതുവരെ നിലനിന്ന് പോരുകയായിരുന്നു. കർണാടകയും കടന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്ന് മധുരം പടർത്തുന്ന ഒരു വിഭവം കൂടിയാണ് മൈസൂർ പാക്ക്. ഇതിന്റെ ചരിത്രവും രുചിയും മൈസൂർ രാജവംശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള പൂർണ്ണമായും ഇന്ത്യൻ ഒറിജിനുള്ള ഒരു മധുരപലഹാരത്തിന്റെ പേരാണ് പാകിസ്ഥാൻ വിരോധത്തിന്റെ പേരിൽ ജയ്പൂരിലെ ചില വ്യാപാരികൾ മാറ്റാൻ ശ്രമിക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. വർത്തമാനകാല ഇന്ത്യയിൽ ഈ പേരിലെ പാക്ക് പിന്നീട് പ്രശ്നമാകുമോ എന്ന് ഇവർക്ക് തോന്നിക്കാണാം. ഒരുപക്ഷെ അതാകാം കാരണം. അതല്ലെങ്കിൽ ഒരു വാർത്ത സൃഷ്ടിക്കുക എന്നത്തെ ഒരു ട്രെൻഡാണല്ലോ, അതുകൊണ്ടും ആകാം. എന്തായാലും ഈ പേരിന്റെ പേരിൽ സ്ഥിരം ആക്രമിക്കപ്പെടുന്ന ഒരു ബേക്കറി ഉണ്ട്. അതറിയാമോ? ഹൈദരാബാദിലെ കറാച്ചി ബേക്കറി. ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്തും കറാച്ചി ബേക്കറിക്ക് നേരെ ആക്രമണം ഉണ്ടായി. 1953 സ്ഥാപിതമായ കറാച്ചി ബേക്കറിയുടെ ചരിത്രം കിടക്കുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ എങ്ങനെ കറാച്ചി എന്ന പേര് വന്നു എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, 1947 വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തെത്തിയ
ഖാൻചന്ദ് രാംനാനി എന്ന സിന്ധി വ്യവസായി തുടങ്ങിയതാണ് ഈ കറാച്ചി ബേക്കറി. സ്വന്തം നാടിന്റെ ഓർമ്മ നിലനിർത്താനാണ് അദ്ദേഹം കറാച്ചി ബേക്കറി എന്ന പേര് നൽകിയത്. അതിപ്പോൾ വലിയ പൊല്ലാപ്പായ സ്ഥിതിയാണ് അവർക്കുള്ളത്. ആദ്യം ഹൈദരാബാദിലെ മോസം ജാഹി മാർക്കറ്റിലാണ് ഈ കറാച്ചി ബേക്കറിയുടെ ഒരു ചെറിയ കട തുറന്നത്. ഇന്നിപ്പോൾ ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം കറാച്ചി ബേക്കറിയുടെ ശാഖയുണ്ട്. വലിയ രീതിയിൽ വളരെ ലോകപ്രശസ്തമായ ഒരു ബ്രാൻഡാണ് കറാച്ചി ബേക്കറി. കറാച്ചി ബേക്കറിയുടെ ഒസ്മാനിയ ബിസ്ക്കറ്റ്, ഫ്രൂട്ട് ബിസ്ക്കറ്റ്, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം. ആ ഫ്രൂട്ട് ബിസ്ക്കറ്റ് വളരെ ലോക പ്രശസ്തമാണ്. അതിൻ്റെ കൂട്ട് വളരെ രഹസ്യമാണ്. ഈ കറാച്ചി ബേക്കറിയുടെ ഫ്രൂട്ട് ബിസ്ക്കറ്റ് അതിൻ്റെ കൂട്ട് വളരെ രഹസ്യമാണ്. അത് വേറെ ആർക്കും അറിയില്ല എന്നാണ് അവരുടെ അവകാശവാദം. അങ്ങനെയുള്ള ഒരു ബേക്കറി, അതായത് പൂർണ്ണമായും ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു ബേക്കറി, അതാണ് ഈ ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാകുമ്പോഴെല്ലാം ആക്രമിക്കപ്പെടുന്നത്. 2008 മുംബൈ ആക്രമണത്തിന് ശേഷം ബേക്കറിയുടെ മുംബൈ ഔട്ട്ലെറ്റിന് നേരെ ശിവസേനയും നവനിർമ്മാൺ സേനയും ആക്രമണം നടത്തി. പുൽവാമ ആക്രമണ സമയത്ത് ബാംഗ്ലൂരിലെ ഔട്ട്ലെറ്റിന് നേരെ ആക്രമണം ഉണ്ടായി. വി ആർ പ്രൗഡ്ലി ഇന്ത്യൻ എന്ന ബോർഡ് വെച്ചുമൊക്കെയാണ് ഇപ്പോൾ കറാച്ചി ബേക്കറികൾ മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ പേര് ദേശീയതയുടെ ഭാഗമല്ല എന്നും പൈതൃകത്തിന്റെ ഭാഗമാണെന്നും നിരന്തരം ഇതിന്റെ ഉടമകൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. നാളെ ഒരു കാലത്ത് ഈ ആക്രമണ ഭയം കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് കാരണം കറാച്ചി ബേക്കറി അതിന്റെ പൈതൃകം ഉപേക്ഷിക്കുമോ എന്നൊന്നും ഇപ്പോൾ അറിയത്തില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം ഈ കറാച്ചി ബേക്കറി നേരിടുന്നുണ്ട്. ഈ കാര്യം സമൂഹ മാധ്യമങ്ങളിലും ചിലപ്പോഴൊക്കെ ചർച്ചയാകാറുണ്ട്. ഈ കറാച്ചി ബേക്കറിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവയ്ക്കാറുണ്ട്. പാകിസ്ഥാനിലെ ഹൈദരാബാദിൽ, അതായത് പാകിസ്ഥാനിലുള്ള ഹൈദരാബാദിൽ 1911 മുതൽ പ്രവർത്തിക്കുന്ന ബോംബെ ബേക്കറി, ആ ബേക്കറിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നും പിന്നീട് ഈ കറാച്ചി ബേക്കറി എന്ന ബ്രാൻഡിനോട് എന്താണ് ഇത്ര വിരോധമെന്നും ചോദിക്കുന്നവരും ഈ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും ഈ ഭക്ഷണങ്ങളുടെയും കടകളുടെയും നാമങ്ങളിൽ ദേശീയതയും വർഗീയതയും കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ല പ്രവണതയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവുമായി ഇടകലർന്ന് നിൽക്കുന്ന പല ഭക്ഷണങ്ങളുടെയും ഉത്ഭവം, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടായത് വിദേശത്ത് നിന്നാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ രേഖകൾ പരിശോധിച്ചാൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പേര് മാറ്റിയാൽ ഒന്നിന്റെയും ചരിത്രം മാറില്ല എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പേര് മാറ്റാൻ നടക്കുന്നവർ ചരിത്രവും പഠിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ചരിത്രം അവർ പഠിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിരോധാഭാസം. മൈസൂർ പാക്കിന്റെ കാര്യം തന്നെ നമുക്ക് ഉദാഹരണമാണ്. കുറച്ചു നാൾ മുമ്പ് സ്ഥലപ്പേരുകൾ മാറ്റുന്നതായിരുന്നു ചിലരുടെ ഹോബി. ഇപ്പോൾ ആ ട്രെൻഡ് ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കണം. നിങ്ങൾക്ക് പേജ് 10 സ്റ്റോറീസിന്റെ വീഡിയോകൾ തുടർച്ചയായി അതിൻ്റെ അപ്ഡേറ്റുകൾ ലഭിക്കാനായി ഞങ്ങളുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ഈ വാട്സപ്പ് ചാനലിൻ്റെയും ഒപ്പം പേജ് 10 സ്റ്റോറീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഗ്രൂപ്പിലും ചാനലിലും ഒക്കെ അംഗമാകാം. നന്ദി, നമസ്കാരം.